എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത രണ്ട് ആൾക്കാർക്കാ. അതാരാ ആരാ ആരാന്ന്? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതിലെ പ്രതിയല്ലേ. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത രണ്ടാള് ഉണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അതിൽ ഗോവിന്ദമാഷ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് എനിക്ക് തോന്നുന്ന ഒരു 1.5-2 വർഷം കഴിയുമ്പോഴാണ് ബിനീഷ് കൊടിയേരിന്റെ വിഷയം ഉണ്ടാവുന്നത്. ബിനീഷ് കൊടിയേരി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. 1.5 വർഷം ജയിലില്ല. ഇന്നിപ്പോൾ ആ കേസ് തന്നെ ഇല്ല കേട്ടോ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ പറ്റി ഒരു കുറ്റമില്ല, എല്ലാം കോടതി തള്ളി. അങ്ങനെ 1.5 വർഷക്കാലത്തോളം അദ്ദേഹം ജയിലിലായപ്പോൾ എന്തായി? കൊടിയേരി സഖാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാവും, സ്വാഭാവികമാണ്. എൻ്റെ മകൻ ഇപ്പം അതുപോലെ, ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ മകൻ അതുപോലത്തെ ഒരു കേസിൽപ്പെട്ട എനിക്ക് മാനസിക സംഘർഷം ഉണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു. ആ ഒഴിയുന്നത് വരെയുള്ള കാലഘട്ടം സത്യത്തിൽ അദ്ദേഹം ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ചൊരു കാര്യത്തിലും ഇടപെടാത്തൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് അദ്ദേഹത്തിന് അസുഖം വന്നു. അത് കുറെ കാലം നീണ്ടു നിന്നു. അപ്പം കുറച്ചു കാലം സെക്രട്ടറിഷിപ്പിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഡയറക്റ്റുള്ള ഇടപെടൽ ഈ ഗവൺമെന്റിലെ പ്രവർത്തനത്തിന് നിലച്ചിട്ട് ഈ 3 കൊല്ലമൊന്നുമല്ല. കൊടിയേരി സഖാവ് മരിക്കുന്നതിൻ്റെ ഒരു 2-2.5 വർഷം മുമ്പ് തൊട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷം ഏകദേശം പാർട്ടി സെക്രട്ടറിമാരുടെ ഇടപെടൽ ഈ ഗവൺമെന്റിൽ, പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഇടപെടൽ ഈ ഗവൺമെന്റിൽ ഉണ്ടായിട്ടില്ല. എല്ലാം നിയന്ത്രിച്ചത് CM തന്നെയാണ്. പാർട്ടിയും CM ഒന്നായ ഒരവസ്ഥാവിശേഷം വരുന്നത് അന്ന് തൊട്ടിട്ടാണ്. ബിനീഷിന്റെ അറസ്റ്റോട് തൊട്ടിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നു. അങ്ങനെ പരുവപ്പെട്ട ഒരവസ്ഥയിൽ പാർട്ടിയുടെ ഇടപെടലുകൾ പറ്റ ഒഴിവായ ഒരവസ്ഥയിലാണ് ഗോവിന്ദമാഷ് സെക്രട്ടറിയേറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഗോവിന്ദമാഷെ പോലെയുള്ള ആ ഒരു മിഡിൽ ലീഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ അതേ നിലവാരമുള്ള സെക്രട്ടറിമാരാകാവുന്ന പലരും ഉണ്ടെന്ന് നിങ്ങൾക്കും നമുക്കും പാർട്ടിക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലക്ക് ഗോവിന്ദമാഷ് സെക്രട്ടറി വരിക, അദ്ദേഹത്തിനും പാർട്ടിയെ നയിക്കാൻ ഈ വിഷയത്തിൽ ഗവൺമെന്റുമായി റിലേറ്റഡ് ആയ വിഷയത്തിൽ നോ, അത് പറ്റൂല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. നമ്മളെ എന്താ പറയുക, അസംബ്ലിയിൽ വന്ന പല ബില്ലുകളും അതിന് തെളിവാണ്. അതൊക്കെ എടുത്തു പറയപ്പോൾ നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. അപ്പൊ പരിപൂർണമായിട്ടും സിംഗിൾ പേഴ്സൺ സെൻട്രലൈസ്ഡ് ഗവൺമെന്റും പാർട്ടിയാണ് കഴിഞ്ഞ 6 കൊല്ലം പോയത്. അതിന്റെ ദുരന്തമാണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലച്ചസിൽ നിന്ന് ഈ പാർട്ടിക്ക് ഈ ഒരു ഘട്ടത്തിലെങ്കിലും, ഇതിപ്പോ ഈ ക്ലച്ചസിൽ നിന്ന് പാർട്ടിക്ക് എസ്കേപ്പ് ചെയ്യാവുന്ന, പുറത്തു കടക്കാവുന്ന ഒരു സ്റ്റാൻഡ് എന്തായിരുന്നു പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കാതലാന്ന് അവർ പറയുന്നുണ്ടല്ലോ, അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴാ കൊടുത്ത റിപ്പോർട്ടിൽ ഞാൻ ഉന്നയിച്ച എയർപോർട്ട് സ്വർണ്ണക്കള്ളക്കടത്തും റിദാൻ ബാസിൽ കേസും പൂരം കലക്കലും മാമി കേസിലും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണല്ലോ അപ്പോൾ പറയുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ എന്താ പാർട്ടി എടുക്കേണ്ട നിലപാട്? പാർട്ടിക്കൊരു നിലപാടിരിക്കുക. CM നിങ്ങളത് പറയരുത്, ഇവർ മാറി നിൽക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, നോ എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരാൾക്കും ധൈര്യമില്ല. അപ്പം ഈ പറയുന്ന ഗോവിന്ദമാഷക്ക് മാത്രമല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിനും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഈ പാർട്ടിയുടെ അടിത്തറ തകരുന്നതിന് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത നേതാക്കന്മാരെന്ന് നാളെ അടുത്ത തലമുറ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കന്മാരുടെ പേരിലേക്ക് ഈ കണ്ടു കാണപ്പെട്ടവരുടെ പേരും കൂടി വരും. ഒരു CMന്റെ പേര് മാത്രമല്ല ഉണ്ടാവുക, അവിടത്തേക്ക് പാർട്ടി പോകുന്നത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ്. ഐ ഡോണ്ട് നോ ദാറ്റ്. എന്തായാലും ആകത്തുക റിസൾട്ട് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ശക്തമായ സഹായം ഉണ്ടാവും. കാരണം ഈ 2 സ്റ്റേറ്റും കൂടി വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഈ ബൗണ്ടറിയിൽ തമിഴ്നാടിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നമ്മുടെ സ്റ്റേറ്റിലെ ഈ വിഷയങ്ങൾ 2 സ്റ്റേറ്റുകൾ തമ്മിൽ കൃത്യമായ കോർഡിനേഷൻ ഉണ്ടായാൽ ആ വിഷയത്തിന്റെ ഒരു 90-95% നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് അങ്ങനത്തെ ഒരു കോർഡിനേഷനും ഇല്ല. എന്താ നമ്മളെ വനംവകുപ്പ് മന്ത്രിയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ആ സാധുവിന് വയസ്സായി, അദ്ദേഹത്തിന് എന്താ പറയുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, KS സുധാകരൻ ഫോറസ്റ്റ് മന്ത്രിയാകുന്ന കാലത്ത് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിലേറെ ആരോഗ്യവും ഇതിലേറെ ശേഷിയും ഇതിലേറെ ശക്തിയും ഉണ്ടായിരുന്ന സുധാകരൻ
ഉള്ള കാലത്ത് എന്നോട് പറഞ്ഞ എൻ്റെ അൻവറെ ആന കെട്ടി വലിച്ചാൽ ഈ വകുപ്പ് അനങ്ങൂല കേട്ടോ. എന്താ ഉപയോഗിച്ച വാക്കതാ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 20 വർഷം മുമ്പ് പറഞ്ഞതാ. അപ്പൊ അങ്ങനെ ഒരു വകുപ്പിൽ ഇങ്ങനെ ഒരു മന്ത്രിയും കൂടി ഉണ്ടായാൽ എന്താ സ്ഥിതി? അയാൾക്ക് സാധിക്കില്ല. ഞാൻ പാർട്ടിയോട് പലപ്പോഴും ഇത് പറഞ്ഞിട്ടില്ല, ഈ വകുപ്പ് പാർട്ടി ഏറ്റെടുക്കണം, അത് നല്ല ശേഷിയുള്ളവർക്ക് കൊടുക്കണം. ഇത് ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതല്ല. ഈ പറയുന്ന 10, 80, 90 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടി ഏറ്റെടുക്കണം, മറ്റു വകുപ്പുകൾ കൊടുക്കണം, ഇത് കൈകാര്യം ചെയ്യണം. ഇത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടി ഊരുന്നതല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതൊന്നുമല്ല, ഇതിനു മുമ്പ് ഒരു അദാലത്ത് വെച്ചിരുന്നല്ലോ ഈ മലയോര മേഖലയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. അന്ന് അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ഈ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ആ അദാലത്തിൽ പങ്കെടുത്ത കരുടായിൽ. അന്ന് ഇതിലേറെ രൂക്ഷമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുന്നല്ല. പക്ഷേ താങ്കൾ ഈ 100%. ഇന്നലെ മിനിയാന്നാ നിങ്ങൾ ആരോ ഒരു ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രി വർഗീയവാദിയാണോ? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർഗീയവാദിയാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഇപ്പോഴും എനിക്ക് ആ വിശ്വാസമില്ല. പക്ഷേ ഈ RSSന്, ഈ കേന്ദ്ര ഗവൺമെന്റിന് ഈ RSSന്റെ ആവശ്യങ്ങൾക്ക് ഒത്തു നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് പിണറായി വിജയൻ. അതാ കണ്ടത്. ആ കൊലച്ചതിയാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്. അത് തുറന്നു പറയണം അദ്ദേഹം, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം മാറണം. അല്ല, അതല്ല പറഞ്ഞത്, ഇതേ പലവട്ടം പറഞ്ഞതാണല്ലോ. എന്താണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരുമായി ബന്ധപ്പെട്ടതാണ്? എന്തുകൊണ്ടത് അന്വേഷിക്കാത്തത്? പി ശശിയെ വരെ ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇനി അതും എൻ്റെ വായ കൊണ്ട് പറയണോ? നിങ്ങളാകുമ്പോൾ വായ കൊണ്ടൊന്നും മിണ്ടൂല. പത്രക്കാരായാൽ നിങ്ങൾക്കും നട്ടല് വേണം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ത്രാണി നിങ്ങൾക്ക് വേണം. ഇതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുക. നിങ്ങൾ ഒരു ചോദ്യം തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഉത്തരമില്ല. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ബാധ്യതകളുണ്ട്. 4-ാം തൂണാണ് നിങ്ങൾ, അത് മനസ്സിലാക്കണം. ആ 4-ാം തൂണിന്റെ ഉത്തരവാദിത്തം എന്താ? നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് പിന്നെ എന്നോട് ചോദിക്കുക. ഞാൻ പി ശശി മുഖ്യമന്ത്രിയുടെ ആഫീസ് വരെ കൊടുന്ന് നിർത്തിയല്ലോ. ഇനി അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പറയുന്നത്. അതേ ടേം മുഴുവനാക്കൂല അക്കോർഡിംഗ് ടു മീ. ഈ ടേം അദ്ദേഹത്തിന് മുഴുവൻ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ മന്ത്രിസഭ തന്നെ ഉണ്ടാവില്ല. എഴുതി വെച്ചോ, ആശ്മി എഴുതിക്കോ. ഈ പോക്കാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഉണ്ടാവില്ല, അതിന് തർക്കമില്ല. ഒപ്പം സഹിച്ചു നിൽക്കുന്നതിന് പരിധി ഉണ്ടാവും. ഈ കണ്ടു കാണപ്പെട്ട MLA-മാർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അത് പൊട്ടും. ഇപ്പം മിണ്ടാൻ ഭയപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന പലരുണ്ട്. ഇതെന്തെങ്കിലും ഒരു തീരുമാനം ആവട്ടെ വിചാരിച്ചിട്ട്. ഇനി ഒരു തീരുമാനമാവാതെ ഈ കോലത്തിലാണ് പോണെങ്കിൽ ഈ മന്ത്രിസഭ തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ. നേരെ വിപരീതമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിരുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ പാർട്ടി നേരിടുന്നത്. ഈ ഒരു ഘട്ടത്തിലെങ്കിലും, ഈ ഘട്ടം കൂടി കഴിഞ്ഞു പോകണം കേട്ടോ. ഇത് എന്താ പറയാ, ഈ കാറ്റ് കൂടി കടന്നു പോയാൽ ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും തലകുത്തിയാൽ പോലും, തലകുത്തി നിന്നാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. അത് അവർ മനസ്സിലാക്കിയോട്ടെ. നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ആ പാർട്ടിയെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ആ പാർട്ടി സഖാക്കളെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഒരു വീണ്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അത് മുടങ്ങിപ്പോകരുത് എന്ന എന്താ പറയാ, എൻ്റെ ധാർമ്മിക ബാധ്യതയാണ് ഞാൻ ഈ നിമിഷം വരെ ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നാൽ ആ ബാധ്യത കഴിയാൻ പോവാ. ആ ബാധ്യത എന്നെ കഴിയാൻ പോവാ. ഞാൻ കുറച്ചുകൂടി തുറന്നു പറയും ഞാൻ. അപ്പം അങ്ങനെ പോവാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ പോട്ടെന്ന്. ഇപ്പൊ രക്തസാക്ഷികളുടെയും പറയുന്ന AKGയുടെയും EMSന്റെയും ഒക്കെ കഥ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ രക്തസാക്ഷികളാക്കിയ ആളുകളെ കുറിച്ച്, അവരെ രക്തസാക്ഷിയാക്കിയവരെ മഹത്വവൽക്കരിക്കുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. RSS ഏറ്റവും നല്ല വലിയ സംഘടനയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കള്. ആ കുടുംബങ്ങൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഈ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നു. അവിടെയാണ് ഇതിന്റെ വിഷയം.
അല്ലെങ്കിൽ പാർട്ടിയിലെ നേതൃത്വമുണ്ടോ? ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തിന്റെ അളവുകോലിന് വ്യത്യാസമുണ്ട്. ഓരോ മനുഷ്യരുടെയും ആത്മാഭിമാനത്തിന്റെ അളവുകോൽ നിശ്ചയിക്കുന്ന ആ വ്യക്തിയാണ്. പുസ്തകമാക്കാനുള്ള പരാതിൻ്റെ മാസങ്ങളായി, കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ഇതിൻ്റെ ഇടയിൽ മറുപടി പറഞ്ഞ് എനിക്കിനിപ്പോൾ AKG സെന്ററിൽ പോയിട്ട് ആ പെട്ടി തുറന്നിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതിൽ വസ്തുത ഉണ്ടെങ്കിൽ എന്ന് പറയണം. ഞാൻ ആദ്യം പറഞ്ഞ അന്ന് പറയണം. ഞാനത് പറയാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇന്നലെ മിനിയാന്നോ മാഷ പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇത് മൂടി വെക്കാൻ സാധിക്കുമോ? നേരത്തെ കോടിയേരിയൊക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി ലീഡർ ഉണ്ടാക്കി പോകും. പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടെടുത്ത ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കഴിയോ? ഒന്നും വേണ്ട. അനുമതി കൊടുക്കുന്നതിന് NHI റെക്കമെൻഡ് ചെയ്താൽ ആ കടലാസ് കൊണ്ട മാനേജറോ ഒരു സ്റ്റാഫോ ഒരു പ്യൂണോ അവിടെ പോയി കഴിഞ്ഞാൽ ജിയോളജിക്കാർ സീലടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇപ്പൊ തരാം. ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ താരം തരാം, നിങ്ങൾ കൊടുത്തോ. അത് വരട്ടെ മാഷെ, നമുക്കപ്പം നോക്കാന്ന്. നമ്മൾ ഈ വിഷയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തട്ടെ, ജനങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യട്ടെ. ഇതിപ്പോ സോഷ്യൽ മൂവ്മെന്റ് ആണല്ലോ. പൊളിറ്റിക്കൽ ആകുമ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. നിങ്ങൾ ബേജാറാവില്ലേ? നിങ്ങൾ ആരൊക്കെ ഈ പഞ്ചായത്തിൽ ആരൊക്കെ ജയിപ്പിച്ചു കൊടുക്കാറുണ്ട്? അവിടെ പ്രശ്നം ഉണ്ടാവുന്നില്ല ആരൊക്കെ? അത് നമ്മൾ അപ്പം ആലോചിക്കാറുണ്ട്. നമ്മളെ ഇനിയിപ്പോ പോലീസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടിയിട്ട് തന്നു. ഇവരൊക്കെ ഉണ്ട് അതിൽ. സംയുക്തമായി ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങൾ ഫ്രീ ആയിട്ട് തന്ന സ്ഥലം. ആ 50 സെന്റ് സ്ഥലം പോലീസിന് കൈമാറി ആ വീട്ടുകാർ കൊടുത്തിട്ട് ഇന്ന് വരെ അതിന്റെ എന്താ പറയാ ലാൻഡ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. റവന്യൂ വകുപ്പ് കൊടുത്തിട്ടില്ല. കാരണം എന്താ? അതിനിപ്പോൾ ആരും പൈസ കൊടുക്കാനില്ലല്ലോ. 3 മാസമായി ഞാൻ നിലമ്പൂർ തഹസിൽദാർക്ക് ഒരു വിവരാവകാശം കൊടുത്തിട്ട്. എന്താ വിവരാവകാശം? നിലമ്പൂർ താലൂക്കിൽ നികത്താൻ പെർമിറ്റ് കൊടുത്ത ഭൂമികളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് ഒരു MLA ഒരു കത്ത് കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞു. ഇന്ന് വരെ തന്നിട്ടില്ല. ഇപ്പൊ കളക്ടർക്ക് അപ്പീൽ കൊടുത്തിരിക്കുന്നു ഞാൻ. അപ്പം മൊത്തം കേരളം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും ഇപ്പൊ കോറികൾ, കാരണം നമ്മുടെ നയരേഖയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ? കോറികൾ ഇവിടെ എത്ര ക്രഷറുകൾ പൂട്ടിയിരിക്കണം? എന്താ പൂട്ടാൻ കാരണം? പൂട്ടിയിരിക്കുന്നതിന്റെ കാരണം പറഞ്ഞത് ഇവർക്ക് പെർമിറ്റ് ചെയ്ത പാറയിൽ അവർക്ക് 1 ലക്ഷം ടണ്ണാണ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 1.25 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്. ആ 1.5 ലക്ഷം പൊട്ടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എക്സ്ട്രാ പൊട്ടിച്ചതിന് അവർ ഫൈൻ ഇടണം. ഫൈന് എന്ന് പറയുന്നത് ആദ്യം പൊട്ടിച്ചത് ഒരു യൂണിറ്റിന് എന്താ പറയാ 1000 രൂപയാണെങ്കിൽ ഫൈന് വരുമ്പോൾ 3000 രൂപ വരും. 10, 200, 250ഓളം ക്രഷറുകൾ പൂട്ടിക്കിടക്കുക. ഇവരിതിന് ഫൈൻ അടക്കാൻ തയ്യാറാണ്. കാരണം ഇത് പൊട്ടിച്ചു പോകുമ്പോൾ അങ്ങനെ കയറി പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും വന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്രഷറും 2, 3, 4, 5 കോടി രൂപ കൊടുക്കാനാണ്. ഒരാൾക്ക് ഇത് കണക്കാക്കിയിട്ടില്ല. ഈ പൈസ അടക്കെന്ന് പറഞ്ഞിട്ടില്ല. ഈ ക്രഷർ ഉടമകൾ ഇങ്ങനെ കയറി ഇറങ്ങാൻ തിരുവനന്തപുരത്ത്. ഇതൊന്ന് നിശ്ചയിച്ചു കൊടുക്കണ്ടേ? നിശ്ചയിച്ചു കൊടുത്താൽ പൈസ അടച്ചാൽ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, കോറി അസോസിയേഷനും ക്രഷറുകാരുമായി സംസാരിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഏകദേശം ഇപ്പൊ ഫൈന് കിട്ടുകയാണെങ്കിൽ 1500, 2000 കോടിന്റെ ഇടക്ക് ഫൈന് കിട്ടാനുണ്ട്. അപ്പൊ എന്താ? ഈ ക്രഷർ ഇവർ ഈ ലോബി തുറക്കാൻ സമ്മതിക്കൂല. ഗവൺമെന്റിലൊരു സെക്ടറാണ്. അപ്പൊ എന്താ? വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മെറ്റലിന്റെ വില കൂടും. ഹൈ ഡിമാൻഡ് സാധനമില്ല. 1. രണ്ടാമത്, ഈ പറയുന്ന മംഗലാപുരത്ത് പോയാൽ കർണാടകയിൽ നിന്ന് അങ്ങനെ ഒഴുകി വരികയാണ് സാധനം. പാലക്കാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോയമ്പത്തൂർ വഴിയും അതുപോലെ തന്നെ പൊള്ളാച്ചി വഴിയും കോടിക്കണക്കിന് രൂപയുടെ സാധനം അങ്ങോട്ട് ഒഴുകുന്നു. കൊല്ലത്ത് പോയാൽ പുനലൂർ വഴി ഒഴുകുന്നു. അപ്പം ഒരു ദിവസം ഏകദേശം 15 തൊട്ട് 20, 25 കോടി രൂപയുടെ മെറ്റീരിയൽസ് അന്യ സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരുന്നു. നമുക്ക് വല്ല ടാക്സ് ഉണ്ടോ? ഒരു പൈസ ടാക്സ് ഇല്ല. ഒരാൾക്കും കിട്ടാനില്ല. അതൊരു ഭാഗത്ത് നടക്കുക. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുകയാണ്. അഴിമതി നടക്കുന്നതിന് കാര്യങ്ങൾ പറയും, നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ക്രഷറുകൾ തുറന്നു വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ തൊഴിലുണ്ടാവും. ആ ഏർപ്പാട് നടക്കും, അവരെ വണ്ടി ഓടും. അതാണ് നെക്സസ്. ഈ നാട്ടിലെ എഴുത്തും വായനയും അറിയാത്ത സാധാരണക്കാരനും കൂടി ഇത് മനസ്സിലാക്കുന്നത്.
ഈ കസാരക്കളിയിൽ ആ ചങ്ങാതിനെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തിയാൽ പോലെ. അപ്പൊ എന്താ ഇവർക്കൊരു ഒരു മനംമാറ്റം? ഇതിപ്പോ ഇന്ന് എന്തായാലും മാറ്റും അയാളെ. ആരെ? അജിത് കുമാറിനെ ഇന്ന് നമ്മളെ യോഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ തന്നെ ഓർഡർ വന്നിവിടെ ഇല്ല. അയാൾ മാറ്റിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? ഈ പറയുന്ന വിജിലൻസ്, ഈ പറയുന്ന SSB, ഈ പറയുന്ന ക്രൈം ബ്രാഞ്ച്, ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതെല്ലാം നിയന്ത്രിക്കുന്നയാളല്ലേ ഈ അജിത് കുമാർ. അജിത് കുമാർ മൂക്കുന്ന ചൂള ഇടണ്ടെന്ന് പറഞ്ഞാൽ ചൂള ഇടാൻ ശേഷിയില്ല. ഏത് ADGP ആണ് ഇന്നുള്ളത്? ഇപ്പൊ എവിടെ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്? ആ DGP എന്താ പറയാ, ഒന്ന് വരണത്തിൽ വെച്ച് കാണാൻ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയാ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പ്രതീക്ഷിച്ചിരുന്നത്? അജിത് കുമാർ ഇതിൽ നേരിട്ടില്ല, പങ്കില്ല എന്ന് അയാൾ റിപ്പോർട്ട് കൊടുക്കുന്നു. കാരണം ഇത്ര സമ്മർദ്ദം ചെലുത്തല്ലേ. പത്രസമ്മേളനം മുഖ്യമന്ത്രി നേരിട്ട് പറയില്ലേ അജിത് കുമാർ പരിശുദ്ധനാണ്, ഒരടിസ്ഥാനമില്ല ഇതിനൊന്നും, അൻവർ വെറുതെ ഉന്നയിക്കുകയാണ്, അവജ്ഞയോടെ കൂടി തള്ളിക്കറിയാ എന്ന് പറയുമ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെ ആകുന്നതിന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുമോ? പക്ഷേ CMOയുടെ പ്രതീക്ഷ എന്തായി? അവരുടെ കണക്കൂട്ടൽ തെറ്റി. DGP അദ്ദേഹത്തിന്റെ ബോധ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകൾ ഇതാ, ഇത്ര തെളിവുകളുണ്ട്, അത് വഴക്ക് കിടക്കുക. ആ വക്കത്ത് കൂടെ അന്വേഷിച്ചിട്ട് DGP പറഞ്ഞു ഇയാളിതിലെ കുറ്റക്കാരനാണ്. അവിടെയാണ് ഇപ്പൊ ഗവൺമെന്റ് പെട്ടിരിക്കണേ അക്കോർഡിംഗ് ടു മീ. അപ്പൊ നമുക്ക് മഞ്ചേരി കാണാം, ലാൽ സലാം. ഞാൻ മിനിയാന്ന് എനിക്ക് പോകാനൊരു മരം അറിയാലോ, ഇന്നലെ തന്നെ നിവൃത്തിയില്ലാതെ പോയതാ. അപ്പൊ നമ്മുടെ ഈ പ്രപ്പോസൽ കൊടുത്ത് ഇവിടെ വിശ്വസിച്ച ആളെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആരുമില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് ചായ ഉണ്ടായി തരുന്ന ഭാര്യയാണ്, പിന്നെ ഞാനും മകൻ, ഇതാണ് പോരാട്ടം. അപ്പൊ അതിന് വിട്ടാ അവൻ അതിന്റെ പണി കഴിഞ്ഞാൽ അവൻ പോണേലേ പോകും. ഈ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ ഈ DMK നേതാക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലെ അവിടെ? അല്ല, അവരിപ്പോ ഈ പറയുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള ഹിന്ദുവും, ഇന്ത്യൻ എക്സ്പ്രസും, ക്രോണിക്കിളും ഒക്കെ ഇത് സ്ഥിരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്ന പോലെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഈ കരിപ്പൂരിലെ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ ബേസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത രണ്ട് ആൾക്കാർക്കാ. അതാരാ? ആരാന്ന്? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതിലെ പ്രതിയല്ലേ, ഗോവിന്ദ മാഷ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത രണ്ടാള്. അപ്പോഴേ പോലീസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടിയിട്ട് തന്നു. ഇവരൊക്കെ ഉണ്ട് അതിൽ. സംയുക്തമായി ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങൾ ഫ്രീ ആയിട്ട് തന്ന സ്ഥലമാണ്. ആ 50 സെന്റ് സ്ഥലം പോലീസിന് കൈമാറി ആ വീട്ടുകാർ കൊടുത്തിട്ട് ഇന്ന് വരെ അതിന്റെ എന്താ പറയാ ലാൻഡ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. റവന്യൂ വകുപ്പ് കൊടുത്തിട്ടില്ല. കാരണം എന്താ? അതിനിപ്പോൾ ആരും പൈസ കൊടുക്കാനില്ലല്ലോ. 3 മാസമായി ഞാൻ നിലമ്പൂർ തഹസിൽദാർക്ക് ഒരു വിവരാവകാശം കൊടുത്തിട്ട്. എന്താ വിവരാവകാശം? നിലമ്പൂർ താലൂക്കിൽ നികത്താൻ പെർമിറ്റ് കൊടുത്ത ഭൂമികളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് ഒരു MLA ഒരു കത്ത് കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞു, ഇന്ന് വരെ തന്നിട്ടില്ല. ഇപ്പൊ കളക്ടർക്ക് അപ്പീൽ കൊടുത്തിരിക്കുന്നു ഞാൻ. അപ്പം മൊത്തം കേരളം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും. ഇപ്പൊ കോറികൾ, കാരണം നമ്മുടെ നയരേഖയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ? കോറികൾ ഇവിടെ എത്ര ക്രഷറുകൾ പൂട്ടിയിരിക്കണം? എന്താ പൂട്ടാൻ കാരണം? പൂട്ടിയിരിക്കുന്നതിന്റെ കാരണം പറഞ്ഞത് ഇവർക്ക് പെർമിറ്റ് ചെയ്ത പാറയിൽ അവർക്ക് 1 ലക്ഷം ടണ്ണാണ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 1.25 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്. ആ 1.5 ലക്ഷം പൊട്ടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എക്സ്ട്രാ പൊട്ടിച്ചതിന് അവർ ഫൈൻ ഇടണം. ഫൈന് എന്ന് പറയുന്നത് ആദ്യം പൊട്ടിച്ചത് ഒരു യൂണിറ്റിന് എന്താ പറയാ 1000 രൂപയാണെങ്കിൽ ഫൈന് വരുമ്പോൾ 3000 രൂപ വരും. 10, 200, 250ഓളം ക്രഷറുകൾ പൂട്ടിക്കിടക്കുക. ഇവരിതിന് ഫൈൻ അടക്കാൻ തയ്യാറാണ്. കാരണം ഇത് പൊട്ടിച്ച് പോകുമ്പോൾ അങ്ങനെ കയറി പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും വന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്രഷറും 2, 3, 4, 5 കോടി രൂപ കൊടുക്കാനാണ്. ഒരാൾക്ക് ഇത് കണക്കാക്കിയിട്ടില്ല. ഈ പൈസ അടക്കെന്ന് പറഞ്ഞിട്ടില്ല. ഈ ക്രഷർ ഉടമകൾ ഇങ്ങനെ കയറി ഇറങ്ങാൻ തിരുവനന്തപുരത്ത്. ഇതൊന്ന് നിശ്ചയിച്ചു കൊടുക്കണ്ടേ? നിശ്ചയിച്ചു കൊടുത്താൽ പൈസ അടച്ചാൽ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കോറി അസോസിയേഷനും
ക്രഷറുകാരുമായി സംസാരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഇപ്പൊ ഫൈൻ കിട്ടുകയാണെങ്കിൽ 1500 2000 കോടിന്റെ ഇടക്ക് ഫൈന് കിട്ടാനുണ്ട്. അപ്പൊ എന്താ ഈ ക്രഷർ ഇവർ ഈ ലോബി തുറക്കാൻ സമ്മതിക്കൂല. ഗവൺമെന്റിലെ ഒരു സെക്ടറാണ്. അപ്പൊ എന്താ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മെറ്റലിന്റെ വില കൂടും. ഹൈ ഡിമാൻഡ് സാധനമില്ല ഒന്ന്. രണ്ടാമത് ഈ പറയുന്ന മംഗലാപുരത്ത് പോയാൽ കർണാടകയിൽ നിന്ന് അങ്ങനെ ഒഴുകി വരികയാണ് സാധനം. പാലക്കാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോയമ്പത്തൂർ വഴിയും അതുപോലെ തന്നെ പൊള്ളാച്ചി വഴിയും കോടിക്കണക്കിന് രൂപയുടെ സാധനം അങ്ങോട്ട് ഒഴുകുന്നു. കൊല്ലത്ത് പോയാൽ പുനലൂർ വഴി ഒഴുകുന്നു. അപ്പം ഒരു ദിവസം ഏകദേശം 15 തൊട്ട് 20-25 കോടി രൂപയുടെ മെറ്റീരിയൽസ് അന്യ സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരുന്നു. നമുക്ക് വല്ല ടാക്സ് ഉണ്ടോ? ഒരു പൈസ ടാക്സ് ഇല്ല, ഒരാൾക്കും കിട്ടാനില്ല. അതൊരു ഭാഗത്ത് നടക്കുക. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുകയാണ്. അഴിമതി നടക്കുന്നതിന് കാര്യങ്ങൾ പറയും, നിങ്ങളതിലേക്ക് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ക്രഷറുകൾ തുറന്നു വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ തൊഴിലുണ്ടാവും. ആ ഏർപ്പാട് നടക്കും, അവരെ വണ്ടി ഓടും.